പപ്പായത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും മുട്ടയിട്ടാ. ഇവിടെ വരുമ്പോൾ അതാണല്ലോ എളുപ്പം. നമ്മൾ ഇത്ര ദിവസം നമ്മൾ പുട്ടും പിന്നെ പഴമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ അരിപ്പൊടി നമ്മൾ വാങ്ങിച്ചതായിരുന്നേ, അരിപ്പൊടി തീർന്നു. അപ്പോൾ നമുക്ക് ഇനി പോകാൻ വേണ്ടിയിട്ട് അരിപ്പൊടി നമുക്ക് ഒരു ദിവസമുള്ളൂ. അപ്പോൾ നമ്മളിന്ന് ബ്രെഡും പിന്നെ മുട്ടയും കൂടിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുക്കറിൽ വെച്ചേക്കുന്നത് ബീഫാട്ടാ. ബീഫിൻ്റെ കൂടെ ഞങ്ങൾ ഏത്തക്കായ ഇട്ടിട്ട് ഒലത്തിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. കൂർക്ക ഇട്ടിട്ട് വെക്കുന്നതാണ് നല്ലത്. പക്ഷേ കൂർക്ക നമുക്ക് നന്നാക്കിയിട്ട് കിട്ടണമല്ലോ, അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് നന്നാക്കാനായി കുറേ സമയം എടുക്കലോ. പിന്നെ അതിനകത്ത് ലൂബിക്ക നിറച്ച് ലൂബിക്ക ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇവർ കഴിച്ചു തീർത്തു. പിന്നെ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ മീൻ കറി വെച്ചപ്പോഴുണ്ടല്ലോ ഇവിടെ മാങ്ങ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ആ ലൂബിക്ക ഇട്ടിട്ട് കറി വെച്ചു. നല്ലതായിരുന്നില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും. പക്ഷേ ആ ലൂബിക്ക ഉപ്പിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ നന്നായിട്ട് അതിനകത്ത് പുളിയൊക്കെ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലൂബിക്കയ്ക്ക് നല്ല പുളിയും ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 2 മുട്ട ഇട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ ലൂബിക്ക് വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കറി. ഞാൻ വെറുതെ കുടംപുളിക്ക് പകരം ലൂബിക്ക് ഇട്ടു. തേങ്ങയൊന്നും അരച്ചൊന്നുമില്ല. തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമ്മൾ ഇങ്ങനെ ഓയിലൊന്നും ഒഴിക്കാണ്ട് വെറുതെ ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മീനും ലൂബിക്കയും പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് റെഡി മീൻ തിളപ്പിച്ചിട്ട് എടുത്തു. പക്ഷെ നല്ല രുചിയുണ്ടായിരുന്നു. എന്താ പപ്പനിട്ട് പറഞ്ഞു പോൾസാറിന് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പോൾസാറിന് ഇവിടെ അടുക്കളയൊക്കെ തുടച്ചിട്ട് ക്ലീനിങ് ആയിരുന്നു. നമ്മളിവിടെ പോയാലും ഇവിടെ ഇടയ്ക്ക് ആൾക്കാർ വന്നിട്ട് അമ്മ വീട് തുടപ്പിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടൊക്കെ ഇങ്ങനെ പൊടിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കൂട്ടി കേട്ടിട്ട് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് ആരും ഫ്ലിപ്പ് ചെയ്യാൻ പോയത് ദൈവം ഫ്ലിപ്പിംഗ് ആണോ കണ്ടത്. പക്ഷെ നീ പോർച്ചുഗലിൽ പോയപ്പോൾ ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ശരിയായില്ല. ഈ ഫ്ലിപ്പിങ് ശരിയായില്ല. അത് അവിടെ ഇങ്ങനെ തുടച്ചിട്ടുണ്ടായിരുന്നു. പൊടിയൊന്നുമില്ല. ഇപ്പം അതുകൊണ്ട് തന്നെ കോരി ഇട്ടിട്ടുണ്ട്. ഫ്ലിപ്പിങ് ശരിയായിപ്പോയില്ല. എന്ത് പറ്റിയത് ഇങ്ങനെ മുട്ട ശരിക്കും വെന്തിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അത് തന്നെ നമ്മുടെ മുട്ട ഫ്ലിപ്പിങ് പോയി. ഇട്ട കുക്കറുള്ളൂ കേട്ടോ. അതിനകത്ത് ഇച്ചിരി ബീഫുള്ളൂ. പക്ഷേ ഇനി ഞാൻ പറഞ്ഞില്ല ഇവിടെ നമുക്ക് പാത്രങ്ങളൊക്കെ കുറവാണ്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. എന്തൊക്കെ നമ്മൾ ആ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ആന കുക്കറാണ്. കുറച്ച് ഉപ്പിടും നമ്മൾ തീ കുറച്ച് ചെയ്യും. പിന്നെ നമുക്കിത് ഇവിടെ റോബസ്റ്റോളം ഇരിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് ഇവിടെ തറവാട്ടിൽ നിന്ന് കിട്ടിയതാട്ടോ റോബസ്റ്റോളം. കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങൾ മറ്റേ പാളയംകുടം പഴം വെച്ചിട്ട് നമ്മൾ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പാളയംകുടം പഴം വെച്ചിട്ട് പുട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൂ. ആ പഴം കൂട്ടിയിട്ടാണല്ലോ പുട്ട് കഴിക്കേണ്ടത്. അപ്പോൾ നല്ല രുചിയുണ്ടാവും. ഞങ്ങളുടെ ചായപാത്രമൊക്കെ നോക്കിയിട്ട് അത് നമുക്ക് ഇങ്ങനെ ഇട്ട് ഇവർ തീ താളി കത്തിച്ച് അതൊക്കെ ഒരു പരിവായിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ഇത് പിന്നെ കട്ടിയൊന്നുമില്ലാത്ത ഈ പാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് തേക്കനുണ്ടായിരുന്നു പോൾസായിട്ട് നിന്ന്. പക്ഷെ അത് ശരിയായിട്ടുണ്ടായിരുന്നില്ല. പുറത്ത് ഇന്ന് നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. പുറത്തുനിന്ന് നല്ല ഒരു കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട്. പോൾസായിട്ട് ആ ഫ്രിഡ്ജിൽ നിന്ന് പാല് കൊണ്ടുവന്നതാണ്. നമുക്കിവിടെ പാക്കറ്റ് പാലാണ്. അപ്പോൾ പാക്കറ്റ് പാല് പൊട്ടിച്ചിട്ട് പോൾസാറിന് അവിടെ വെച്ചിരുന്നായിരുന്നു അത്. അപ്പോൾ നമ്മുടെ ചായ അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അലീനയും പിന്നെ നീനയും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഈ പ്രാവശ്യമാണ് ഞങ്ങളുടെ ഹൗസ് വാമിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വന്നിന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. പക്ഷേ പെട്ടെന്ന് ദിവസങ്ങളൊക്കെ പോയി. ഞങ്ങൾ വളരെ കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് വന്നതേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദിവസങ്ങൾ പോയി. പിന്നെ നമ്മുടെ ചിമ്പൂട്ടനും ആസ്പിനും എല്ലാവരും അവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ഫുഡെല്ലാം നമ്മൾ അവർക്ക് ഓട്ടോമാറ്റിക്കൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ കൊടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഫ്രണ്ട് നാൻസിൻ്റെ അടുത്ത് ഞങ്ങൾ പോയി നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാൻസി പോയി നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഓട്ടോമാറ്റിക് ഫീഡറുണ്ടല്ലോ, അതിനകത്ത് പൂച്ചയുടെ തീറ്റ കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ നാൻസി അതിനകത്ത് ഫില്ല് ചെയ്തു. ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ചിമ്പൂട്ടനെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ കോഴികൾക്കൊക്കെ എന്നാലും ഞാൻ കുറേ തീറ്റയൊക്കെ വെച്ചൊക്കെ കൊടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നാൻസി ചെന്ന് കഴിഞ്ഞപ്പോൾ കോഴികളൊക്കെയും നാൻസിയുടെ പിന്നാലെ ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ആരും കുഴപ്പമൊന്നുമില്ലാണ്ട്
ആരും കുഴപ്പമൊന്നുമില്ലാണ്ട് ഇരിക്കുന്നുണ്ട്. പിന്നെയുണ്ടല്ലോ ഇവിടുത്തെ ബ്രെഡ് ഭയങ്കര ചെറിയ സ്ലൈസ് അല്ലേ? ഇവിടുത്തെ ബ്രെഡ് നമ്മളിവിടെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ബ്രെഡ് അങ്ങനെ വാങ്ങാറില്ല, കഴിയുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കാറുള്ളത്. കാരണം ഇപ്പോൾ ബ്രെഡ് കണ്ടു കഴിഞ്ഞപ്പോൾ പറയായിരുന്നു ഇത് ഭയങ്കര ചെറിയ സ്ലൈസാണ്. എനിക്കാണ് വലിയ സ്ലൈസും ഉണ്ടാവുമായിരിക്കും. ഇത് വെളിച്ചെണ്ണ കേട്ടാ, ഇതിവിടെ ഞങ്ങളുടെ തറവാട്ടിൽ വെളിച്ചെണ്ണ അവർ വീട്ടിൽ ആട്ടിച്ച വെളിച്ചെണ്ണയാണ്. അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ വെളിച്ചെണ്ണയാണ്. നമ്മൾ ബ്രെഡും അതിനകത്ത് തന്നെ നമ്മൾ ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ചായ റെഡി ആയിട്ടുണ്ട്, ചായ മാറ്റിക്കോ. ആ ചായ ഇനി ഫ്ലിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് മുട്ട വെന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ഉണ്ണി തെറിച്ച് പുറത്തേക്ക് പോയിരിക്കും. മുട്ടയ്ക്ക് ഫ്ലിപ്പിങ് അത്രയ്ക്ക് പറ്റില്ലായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ. വീടൊന്നും കുഴപ്പമൊന്നുമില്ലാണ്ട് നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അലീന, ഇത് അലീനയുടെ ബെഡ്റൂം, അലീന അവിടെ കിടന്നു പറഞ്ഞാണ്. വീട് അങ്ങനെ കുഴപ്പമൊന്നുമില്ലാണ്ട് നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. വീടിൻ്റെ ഉള്ളിൽ അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, ഒന്ന് മാത്രം. ഇതാണ് നമ്മുടെ നീയയുടെ റൂം. പിന്നെ ഇവിടെ നിന്ന് കിടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അലീനയുടെ റൂം. പിന്നെ ഇത് നമ്മുടെ അടുക്കള, വീട് കാണിച്ചേക്കുന്നത് നിങ്ങളെന്നെ. പിന്നെ ഇത് നമ്മുടെ വലിയൊരു ഹോള്. അടുക്കള നമ്മളൊരു സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. അത് അടുക്കള പോൾസേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. പപ്പ പോൾസേട്ടൻ തുടച്ചിട്ടതാണെന്നാണ് പറയുന്നത് അല്ലേ? പോൾസേട്ടൻ ഒക്കെ തുടച്ച് രാവിലെ ഒക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. പപ്പയ്ക്ക് കൊടുക്കണല്ലേ? അടുത്ത് മതി. ഓക്കെ. പപ്പ അങ്ങനെ പറയില്ല എന്തായാലും. ഓക്കെ. ഇവിടെ നമുക്കിവിടെ അടുക്കളയിലേ കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ പണിയുണ്ട്. ഇവിടെ കുറച്ച് പണികൾ നമ്മളത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡിൽ കുറച്ച് പെയിൻറ്റൊക്കെ അടിക്കാനുണ്ട്. എനിക്ക് ഫ്ലിപ്പ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇനി ഫ്ലിപ്പ് ചെയ്ത പണി കിട്ടും. നമുക്ക് വലിയൊരു സിങ്ക് ഉണ്ടായിരുന്നു. അത് നമുക്കിപ്പോൾ ഈ ഐലൻഡ് കിച്ചൻ്റെ അവിടെ ഒരു സിങ്ക്, അവിടെ നമുക്ക് വലിയൊരു സിങ്ക് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ കുറച്ച് പണി വന്നു കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് സിങ്കിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് മാറ്റി അതിൻ്റെ പൈപ്പാണ് അവിടെ കാണുന്നത്. പിന്നെ അത് നമ്മൾ വെച്ചില്ല, പോലത്തെ വെക്കണ കാര്യം എപ്പോഴും പറയും. അപ്പോൾ അവിടെ ആ സൈഡിൽ കുറച്ച് പണിയുണ്ട് നമുക്ക്, വിൻഡോയുടെ അവിടെ. നമ്മളിങ്ങനെ താമസിക്കാണ്ട് പിന്നെ എനിക്കത് പിന്നെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഇഷ്ടമില്ല. ഞാൻ ഇപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഒരു സിങ്ക് അവിടെ ഉണ്ട്. ഞാൻ പോൾസൻ്റെ അടുത്ത് പറഞ്ഞു ഇനിയിപ്പോൾ നമ്മളെന്തെങ്കിലും താമസിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഇനി എന്തെങ്കിലും ചെയ്താൽ മതിയെന്ന്, അല്ലാണ്ട് വെറുതെ നമ്മളിങ്ങനെ ചെയ്തിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നെ നമ്മളവിടെ ചെയ്തില്ല. എന്നാലും മറ്റേത് ചെറിയ സിങ്കാണ്, പക്ഷേ നമുക്ക് വലിയ സിങ്ക് വേറെ പുറത്ത് വേറെ ഒരെണ്ണമുണ്ട്. അപ്പം ഞാൻ മീനൊക്കെ കൊണ്ടുപോയിട്ട് നന്നാക്കുന്നത് അവിടെ വച്ചിട്ടാണ്. അപ്പോൾ അത് വിശേഷം. പിന്നെ അത് നമ്മുടെ ഒരു ബാത്റൂം. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഞങ്ങളുടെ പെട്ടികൾ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നീനയുടെ റൂം. പിന്നെ ഇവിടെ വേറൊരു ബാത്റൂം. പിന്നെ അത് ഞങ്ങളുടെ ബെഡ്റൂം. അങ്ങോട്ട് ഒന്നും പോകണില്ല, അവിടേക്ക് ആകെ നിറച്ച് ഡ്രസ്സുകളൊക്കെ ആയിട്ട് കിടക്കാണ്. അത് ബെഡ്റൂം. പിന്നെ ഇങ്ങോട്ട് പുറത്തേക്ക് കിടക്കുമ്പോൾ ഈ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ ഒരു വർക്ക് ഏരിയയാണ്. ഇവിടേക്ക് ഇരുന്നാൽ ആകെ ഡ്രസ്സുകളൊക്കെ തിരുമാൻ വേണ്ടിയിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കുന്നതാണ്. അങ്ങനെ ഉണങ്ങിയിട്ടില്ല, പോൾസേട്ടൻ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതങ്ങനെ ഇതിങ്ങനെ പുറത്തേക്ക് ഇത് നല്ലതാണ്. നല്ല ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് നല്ല കാറ്റ് വരും. ഇവിടെ നമുക്കൊരു സിങ്ക് ഉള്ളത് നമ്മുടെ വാഷിംഗ് ബേസിന്. പിന്നെ ഇതിവിടെ ചക്ക വെട്ടിയത് കഴിഞ്ഞ ദിവസം വെട്ടിയത് കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ്. അത് അങ്ങനെ അവിടുത്തെ ഇത് വിശേഷം. പിന്നെ പുറത്തിവിടെ കുറച്ച് സ്ഥലത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും നിറച്ചങ്ങ് പുല്ല് വരണുണ്ടായിരുന്നേ. ഡോർ തുറക്കിട്ടിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം അവിടെ നമ്മൾ ഇവിടെ പുറത്ത് ലൈറ്റ് എത്തി കൊടുക്കുന്നുണ്ടല്ലോ, അതിൻ്റെ സ്വിച്ച് ആവും. അപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ ഷീറ്റ് ഇട്ടു. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. എന്തോ മാവോ പിന്നെ നമ്മുടെ ആവക്കാടോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇത് ഇവിടേക്ക് നട്ട് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും ഇങ്ങനെ പുല്ല് ഇങ്ങനെ നിറച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ പുല്ല് വരണില്ല കേട്ടോ. പക്ഷേ ഈ മരങ്ങളൊക്കെ വലുതായിട്ട് വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരും. നമുക്കിവിടെ 2 കിണറുണ്ട്. ഒരു കിണർ ഇത്, പിന്നെ ഒരു കിണർ മറ്റേ സൈഡിൽ വേറെ ഒരു കിണറുണ്ട്. അങ്ങനെ പുറത്തെന്ന് വെച്ചാൽ നല്ലൊരു കാറ്റൊക്കെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പറമ്പിൽ കുറേ കുരുമുളക്, പിന്നെ തെങ്ങ്, വാഴ, പ്ലാവ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അധികം അങ്ങനെ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാറില്ല. പിന്നെ അതേ ഇവിടെ മുരിങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ അപ്പുറത്തെ സൈഡിൽ വലിയൊരു മുരിങ്ങ വരണ്ട്. പാല് പറഞ്ഞപ്പോൾ നല്ല കാറ്റ്. ഇവിടെ പൂച്ചകൾ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുഞ്ഞി 2 പൂച്ചകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത് വലുതായിട്ടുണ്ട്. അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. അവരെ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ അതാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ. വീടൊന്നും കൂടുതൽ കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ.
റെഡിയാ ചായ. ചായയിൽ എന്തോരം ചായ പൊടി ഇട്ടണേ. ഇത് ബ്രെഡിൽ പാപ്പയ്ക്ക് എത്ര ആവശ്യമുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ. എനിക്കുണ്ടോ ചായ? ചായ് ചായ് ചായ്. ലീന ലീന വരുന്നില്ലേ? ഈ ഞങ്ങളുടെ വീടിൻ്റെ ഉള്ളിലേ നല്ല മുഴക്കുണ്ട്. ഞാൻ സാധാരണ ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ പറയാറുണ്ട് ഞാൻ പറയുന്നതൊന്നും ക്ലിയർ ആവണില്ല. എൻ്റെ ഉള്ളിലേക്കുള്ള സാധനങ്ങളെ കുറവാണല്ലോ, പിന്നെ വലിയ ഹോളാ, അതുകൊണ്ടാണ് തോന്നുന്നത്. വേറെ എഴുന്നേട്ടോ, നല്ല കിട്ടുള്ളൂ. കഴിഞ്ഞോ? ആ റോട്ടിലാണ്ട് പാൻസെറ്റ് സ്കൂളിലാണ്ട് പരിപാടിയാണ്. അവിടെ ഫ്രണ്ടിൽ നിൽക്കട്ടോ, ഡ്രസ് മാറ്റി. പരിപാടി ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. സ്കൂളിൽ നിന്ന് ഏതാണ്ട് പരിപാടി പോകണ്ട, ബാൻഡ് സെറ്റും പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങൾ സൗണ്ട് ആയിട്ടിട്ട് വന്ന് നോക്കിയതാ. അനിയനെ അവിടെ കാണാൻ വേണ്ടി പോയി. മുമ്പിൽ ആരോ ഓട്ടോ കൊണ്ട് നിർത്തിയായിരുന്നു അവിടെ. ഞാനൊരു ഭാഗത്തേക്ക് കേട്ടോ വന്നേക്കുന്നത്. നമ്മുടെ ഇവിടെ പ്ലാവുമ്മ കഴിഞ്ഞ ദിവസം നമ്മൾ പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. 5-6 ചക്ക ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇത് മറ്റേ ചെറിയ ടൈപ്പ് ചക്ക ഉണ്ടല്ലോ, ആയൂർ ചക്ക. അതിനകത്ത് പച്ച ചക്ക ഉണ്ടെന്ന് പറയാം. നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ നമുക്ക് എപ്പോഴും പഴുത്ത ചക്കനെ കിട്ടാറുള്ളൂ. അവിടെ നിന്ന് നമുക്ക് ഇടയ്ക്ക് ചക്ക കിട്ടാറുണ്ട്. പക്ഷെ പച്ചച്ചക്ക തന്നെ നമുക്ക് ഒരിക്കലും അങ്ങനെ കിട്ടില്ല അവിടെ. അപ്പം ഞാൻ വിചാരിച്ചു ഇതുമ്മേന്ന് നമുക്ക് പച്ചച്ചക്ക ആയിട്ടുണ്ടെന്ന് തോന്നണം. അപ്പം ഒരെണ്ണം കട്ട് ചെയ്തിട്ടേ ഞാൻ കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. ബീഫിൻ്റെ കൂടെ ഇട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. നമുക്കത് കട്ട് ചെയ്ത് നോക്കാം. പച്ചയായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം ഇത് ചെറുതായിട്ട് ഇരുന്നാലും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കളറ് മാറിയിട്ടുണ്ടാവും. ഇവിടെ ആയിട്ട് നമ്മുടെ നിൽക്കുന്നത് കുറേ ചക്ക ഉണ്ടായി കിടക്കുന്നുണ്ട്. ഭയങ്കര വേപ്പാട്ടോ നമ്മുടെ. പിന്നെ മുരിങ്ങ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ പ്ലാവിൻ്റെ ചക്ക. പക്ഷെ നമ്മൾ 3 ചക്ക ഉണ്ടായി കിടക്കുന്നുണ്ട്. പിന്നെ അടിയിലും ചക്ക ഉണ്ടായി കിടക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരു ചക്ക വലുതുണ്ട്. പക്ഷെ ഇത് പറിക്കാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ മധുരം വീണിട്ടുണ്ടാവും. പിന്നെ അതിനോട് ചേർന്നൊരു ചക്ക നിൽക്കുന്നുണ്ട്, അതും പറിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു അതിൻ്റെ മുകളിൽ വരെ നിൽക്കുന്നുണ്ട്. ഇത് പറിക്കാമെന്ന് വിചാരിക്കണം. കാരണം കളറ് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കറി വയ്ക്കാനും പറ്റത്തില്ല, കഴിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യാം. കുറച്ച് മുകളിൽ ഇത് എത്തണില്ല. ഓക്കെ, അതിൻ്റെ ചൊന വീഴും. ചക്ക അമ്മേ കൈ വേണ്ടി. ഇതായിട്ട് നമ്മുടെ ചക്ക നമ്മൾ കട്ട് ചെയ്ത് നോക്കട്ടെ. ഞാനിവിടെ കട്ട് ചെയ്യാം. ഇവിടെ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും ചക്ക ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു ചക്ക എവിടെയെന്ന് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 ചക്ക ഇത് മറ്റേ താഴെ ഉണ്ടായി കിടക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം. അകത്തുണ്ടായിട്ടേ പച്ച വിചാരിക്കണം. പച്ചച്ചക്ക സത്യം പറഞ്ഞാൽ കട്ട് ചെയ്തിട്ട് കുറേ നാളായിട്ടുണ്ട്. എപ്പോൾ വരുമ്പോഴും ഞങ്ങൾക്ക് പഴുത്ത ചക്ക ഞങ്ങൾക്ക് വേണ്ടത് കിട്ടാറുണ്ട്. പച്ച ചക്ക കിട്ടുന്നത് കുറവാണ്. എന്താ
കുഴപ്പമില്ല. ഓക്കെ. ആ ഇതും കളറ് മധുരം വീണിട്ടോ നോട്ടേട്ടാ. മധുരം വീണിട്ടുണ്ടാവില്ലെന്ന് അറിയും. കുഴപ്പമില്ല, മധുരം വീണിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ചക്ക. പിന്നെ ചുളയൊക്കെ പറിച്ചിട്ടേ ബീഫിൻ്റെ കൂടെ ഇട്ടിട്ട് കുറച്ച് നെയ്യുള്ള ബീഫുണ്ട്, അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ഒലത്തിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും ഇവിടെ നമുക്ക് ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുപോട്ടെ. ഇവിടെ നമ്മൾ പുല്ല് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ചെറിയ ചക്ക ആയതുകൊണ്ടേ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ നല്ല എളുപ്പമാണ്. നമ്മുടെ വലിയ ചക്കയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ആവശ്യം ഉണ്ടാവില്ലല്ലോ. ഇതൊക്കെ ഒരെണ്ണം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കറിക്ക് കൊണ്ടുതള്ളൂ. അതുകൊണ്ട് ഇതിനെ ചെറുതാക്കിയിട്ട് കൊണ്ടുപോകാം. ഇവിടെ നല്ല കാറ്റ് വീശുന്നുണ്ട്, കാരണം അങ്ങനെ ചൂടില്ല. അല്ലെങ്കിൽ വെയിലിന് അത്യാവശ്യം നല്ല ചൂടുണ്ട്, പക്ഷെ ഇപ്പം അത്രയ്ക്ക് അങ്ങനെ ചൂടില്ല കേട്ടോ. ഈ മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും നല്ല ചൂട് വരുമല്ലോ. ഇവിടെ നമുക്ക് കരിക്കും ഉണ്ട് കേട്ടോ നന്നായിട്ട്. അപ്പോൾ ആവുമ്പോഴൊക്കെ കരിക്കുണ്ടാക്കി കിടക്കണ്ടേ. അയ്യോ നിറച്ച് വെളിഞ്ഞ ഇവിടുന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോയാ എളുപ്പമായി. ഇതിപ്പോൾ ഒരു ചക്ക കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ആവശ്യമുള്ളൂ. വലിയ ചക്കയെന്ന് ഞാൻ കട്ട് ചെയ്ത് എടുത്തൊക്കെ വരുമ്പോൾ അത്ര സമയം എടുക്കും. അപ്പോൾ ചക്കയുടെ നമ്മുടെ വെള്ളനീരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ കേട്ടോ. എൻ്റെ കൂഞ്ഞലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ അതേപോലെ കൈമ വെളിച്ചെണ്ണ പറ്റാണ്ട് വന്നത്. അപ്പോൾ അവിടെ പേപ്പർ ഇരിക്കണ്ടായിരുന്നു, പേപ്പറായിരുന്നു നല്ലത്. അതന്നെ നമ്മുടെ ചക്ക വെട്ടൽ കഴിഞ്ഞിട്ടുണ്ട്. ഈ ചുള ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് ശരിയാകും. ഇപ്പോൾ ഇവിടെ കിടക്കട്ടെ. കൊണ്ടോട്ടെ. അപ്പോൾ ചക്കേനെ ഞാനേ ചുള പറിച്ചെടുക്കട്ടെ. അതിൻ്റെ ഇതിൻ്റെ വെളിഞ്ഞീനെ ഇതിൻ്റെ ചക്കക്കുരു വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇടാം. പക്ഷേ ചക്കക്കുരു നന്നാക്കിയിട്ട് എടുക്കണമെങ്കിൽ കുറേ സമയം എടുക്കില്ല. പക്ഷെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ചക്കക്കുരു അതിൻ്റെ തൊണ്ട് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. നമ്മളിപ്പോൾ ചക്കക്കുരു എടുക്കുന്നില്ല, ചക്ക മാത്രമേ എടുക്കണുള്ളൂ. ശരിക്കും നല്ല പച്ചച്ചക്ക കേട്ടോ. ഞാൻ വിചാരിച്ചത് ചെറുതായിട്ട് ചിലപ്പോൾ പഴുപ്പ് വീണിട്ടുണ്ടാവും. അവിടെ നമ്മൾ വലിയ ചക്ക കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതെനിക്ക് തോന്നണോ പഴുപ്പ് വീണിട്ടുണ്ടാവും. ഇത് ഞാൻ വേഗം ശരിയാക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ ആ ചക്കത ഞാൻ നന്നാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ബീഫിൻ്റെ കൂടെ ഇട്ട് വെക്കുമ്പോൾ ചക്ക എനിക്ക് തോന്നുന്നു കുഴഞ്ഞു പോകും തോന്നും. ഇത് ഇതിലുമ്പോൾ നമ്മൾ കറി വെച്ചിട്ടില്ല. ചില ചക്ക അങ്ങനെ വേവിച്ചാലും കുഴഞ്ഞു പോകില്ല. ഇത് എങ്ങനത്തെ ചക്കയെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അങ്ങനെ ചെറിയ പീസ് ആക്കിയിട്ടില്ല. പിന്നെ അത് കുഞ്ഞു ചുളയായിരുന്നു. അപ്പോൾ നമ്മുടെ ബീഫ് ഞാൻ ഫസ്റ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫിൻ്റെ കൂടെ ഇട്ടിട്ടാണ് നമ്മൾ ചക്ക വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിനകത്ത് അത്യാവശ്യം നല്ല നെയ്യുണ്ട് കേട്ടോ. ഇതിനകത്ത് കുറച്ച് ബീഫ് കൂടുതലുണ്ട്. നമുക്ക് ചക്കയിലേക്ക് അധികം ബീഫ് ആവശ്യമില്ല, കാരണം ഇതിനകത്തേക്ക് ഞാൻ പിന്നെ ബീഫിലേക്ക് ഏത്തക്കായ ഇട്ടിട്ട് വളർത്താമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ ചക്ക ഇവർക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടമില്ല. ചിലപ്പോൾ ഞാൻ മാത്രമേ എനിക്ക് ചക്ക കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ബീഫ് എടുത്തിട്ട് ഉണ്ടാക്കുന്നത്. കുറച്ച് മാറ്റി വെച്ചിട്ട് കുറച്ച് ബീഫുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ചക്ക ഇടാണ്. എനിക്കോട് ചില സ്ഥലത്ത് മാത്രമേ എനിക്ക് കുറച്ച് വെള്ളമുണ്ട്. എനിക്കോട് ചില സ്ഥലത്ത് മാത്രമേ ഈ ചക്കയിൽ ബീഫൊക്കെ ഇട്ടിട്ട് വെക്കുള്ളൂ എന്നോണം. അല്ലെങ്കിൽ എല്ലാവരും ചക്കയൊക്കെ തന്നെ വളർത്താമെന്ന് തോന്നുന്നു. നിങ്ങൾ വെക്കാത്തവരുണ്ടെങ്കിൽ വെച്ച് നോക്കണ്ട. കാരണം ഈ ബീഫിൻ്റെ നെയ്യൊക്കെ ചക്കയിൽ പിടിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചക്ക നമ്മൾ ഞാൻ ഇടാതെ ഇത് മൂടി വെച്ചിട്ട് ഒരൊറ്റ വിസിൽ. ഇനി അടുത്തത് നമ്മുടെ ഈ ബീഫിലേക്ക് നമുക്ക് ഏത്തക്കായ കൂടി ഇട്ടിട്ട് വെക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് കൂർക്ക വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പോച്ചേരി ചെന്ന് കഴിയുമ്പോൾ അവിടെ മമ്മി അയ്യോ കത്തി അവിടെ കഴിഞ്ഞ ദിവസം പോച്ചേരി ചെന്ന് കഴിയുമ്പോൾ മമ്മി ബീഫും പിന്നെ കൂർക്കയും കൂടിയിട്ട് ഒലത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അതിന് ബീഫും കൂർക്കയും. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കാരണം ഇപ്പോൾ കിട്ടുന്ന ബീഫ് കൂർക്കയിൽ ഇങ്ങനെ ഒട്ടും വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല നല്ല രുചി ഉണ്ടായിരുന്നു. ചില സമയത്ത് നമ്മൾ കൂർക്കയൊക്കെ കറി വയ്ക്കുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഒരു ചുക വരില്ല. പക്ഷെ അത് അടിപൊളി നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ ഇനിയിപ്പോൾ കൂർക്കയ്ക്ക് നന്നാക്കി എടുക്കണമെങ്കിൽ പാടണല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ആ കൂർക്ക തല്ലണ വല അങ്ങനത്തെ സാധനങ്ങളൊന്നും എൻ്റെ അടുത്തില്ല. അപ്പോൾ ഏത്തക്കായും കൂടിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും തിരക്കാം. സത്യം നമ്മൾ എല്ലാ ദിവസവും യാത്ര ചെയ്തിരുന്നു.
ഇന്നൊരു ദിവസമാണ് ഞങ്ങൾ വീട്ടിലിരിക്കുന്നത്. പക്ഷെ ഇന്ന് വൈകിട്ട് ഞങ്ങൾ പോർച്ചുഗലിലേക്ക് പോകും. അപ്പം നാളെയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ, ഡ്രസ്സുകൾ, സാധനങ്ങളൊക്കെ പെട്ടിയൊന്നും ഒതുക്കിയിട്ടില്ല. പെട്ടിക്ക് ഒതുക്കണം. കുറച്ച് ദിവസത്തേക്കൊക്കെ വരുമ്പോൾ എപ്പോഴും, അല്ലെങ്കിൽ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ ദിവസത്തേക്ക് വന്നാലും എപ്പോൾ വന്നാലും എപ്പോഴും നമുക്ക് തിരക്ക് തന്നെ ആയിരിക്കുമല്ലോ. പക്ഷെ നമ്മൾ എല്ലാവരും കൂട്ടിയിട്ട് വന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറേ കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഞങ്ങൾക്കൊരു 4 കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തിരക്കും ഇതൊക്കെ ആയിട്ട് നല്ല ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അത്രയ്ക്കധികം ചൂടൊന്നുമില്ല കേട്ടോ. വെയിലിന് നല്ല ചൂടുണ്ട്, പക്ഷേ രാത്രിക്ക് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇവിടേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു വൃശ്ചിക കാറ്റെന്നാന്ന് തോന്നുന്നു പറയുന്നത്. ആ കാറ്റ് പക്ഷേ ഞങ്ങളുടെ പോർച്ചുഗൽ സൈഡിലേക്കില്ല, പക്ഷേ തൃശ്ശൂർ സൈഡിൽ ആ കാറ്റുണ്ട്. വൃശ്ചിക കാറ്റിൽ നമ്മുടെ അമ്മ പറഞ്ഞു കേട്ടേക്കുന്നത്. അത് ആ കാറ്റ് വീശുമ്പോൾ നല്ല ഒരു തണുത്ത കാറ്റ് വരുന്നുണ്ട്. ഇതൊന്നും ഞാൻ റെഡിയാക്കിയിട്ടിട്ട് നമ്മുടെ ചക്ക നോക്കട്ടോ. കുക്കറിന്ന് ഒരു വിസില് ഇങ്ങനെ ചീറി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തീ ഓഫ് ചെയ്തു. കാരണം ചക്കയ്ക്ക് അത്രയ്ക്ക് വേവ് ഉണ്ടാവും. നോക്കട്ടെ. ചക്ക വെന്തിട്ടുണ്ട്, പക്ഷെ ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ. ടേസ്റ്റ് ഉണ്ടാവും. ഇതേപോലെ ഇങ്ങനെ കഴിച്ചിട്ട് എത്ര നാളായി പറയും ചക്ക കഴിച്ചാണ്. ചക്കയിലേക്ക് കുടിക്കാൻ കഴിഞ്ഞ് വന്നിട്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ ഉപ്പ് കുറവാണ്. ഉപ്പിട്ടെ ഇനി ഇതിലേക്ക് ഞാനിവിടെ ചുവന്നുള്ളിയും പിന്നെ വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഇട്ടിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഇച്ചിരി മല്ലിപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും പിന്നെ ഒരു പേരിന് മുളക് പൊടിയും ചേർത്തിട്ട് ഇത് നമ്മൾ കൊലത്താൻ വേണ്ടിയിട്ട് വെക്കുക. വെക്കട്ടെ. ഇവിടെ ഉണ്ടല്ലോ ഗ്യാസ് ഓൺ ആക്കണതിന് മുമ്പ് കഴിഞ്ഞപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. ഇത് വെച്ചിട്ടുണ്ടോ ഗ്യാസ് ഓൺ ആക്കി കഴിഞ്ഞപ്പോൾ അകത്ത് അത്യാവശ്യം നല്ല ചൂട് വന്നിട്ടുണ്ട്. ഒരു ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാട്ടെ. വേണമെങ്കിൽ കടുക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കട്ടെ. എനിക്കെന്തായാലും വയറ് നിറച്ച് കഴിക്കാനുള്ളതുണ്ട്. ചിലപ്പോൾ ഒരേ കഴിക്കാൻ അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അത് നോക്കിക്ക് എഴുതാം. എന്ത് രസം പറയാം. ശരിക്കും നല്ല ചക്കയത് നല്ല 100 ചക്കയ്ക്ക്. അപ്പോൾ ഇതാട്ടോ നമ്മളിപ്പോൾ ക്ലോസപ്പ് കാണിച്ചാട്ടോ നിങ്ങളായിരുന്നു. എന്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ നല്ല രുചിയാണ്. അതിൻ്റെ ചൂടോട് കൂടിയിട്ടാണ് കഴിക്കണം കേട്ടോ. എന്ത് രസമാണെന്നറിയാം. പയർ ഓടിക്കണം. നീ ഓടിച്ചുകൊണ്ട് എന്താ പയർ എന്നിട്ട് പൊളിച്ചിട്ട് കഴിക്കണേ പേരയ്ക്ക്. ഇത് നമ്മുടെ മറ്റേ ചുമന്ന പേരയ്ക്കിട്ടോ. അതാ നമ്മൾ കുറേ നിൽക്കുന്നുണ്ട് കേട്ടോ. ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. ഇന്നലെ പുറത്തുനിന്ന് ഒരു പെണ്ണ് വന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ പറിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു പറിക്കണ്ട, അത് നമുക്ക് കഴിക്കാനുള്ളതാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് കുറച്ച് നേരം നോക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആരും അനക്കില്ലാണ്ടായപ്പോൾ പെണ്ണ് വന്നിട്ട് പെട്ടെന്ന് കയറിയിട്ട് അങ്ങനെ പറിച്ചു കൊണ്ട് പോവുക. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് 5-6 പറിച്ചെടുത്തു. അപ്പം നല്ല കുരുമുളക് ഇട്ട് വരട്ടിയ നമ്മുടെ ബീഫും ഏത്തക്കായും കൂടിയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുല്ലപ്പൂ രാവിലെ നീ അവിടെ സെൻറ്ററിൽ പോയി വാങ്ങിച്ചതാട്ടോ. നീ അവിടെ മുല്ലപ്പൂ നീനക്കില്ല മുല്ലപ്പൂ അലീന.